റസീന കടന്ന് ചലക്കുന്നുണ്ടല്ല. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ചലക്കുന്നത് കിടന്ന്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നു. ഞാൻ സ്ട്രൈക്ക് കിട്ടിയതിനു ശേഷം നിങ്ങളെ വിളിച്ചത്. ഉത്തരം എന്താ എനിക്ക്? ഞാൻ സ്ട്രൈക്ക് കിട്ടിയതിനു ശേഷം നിങ്ങളെ വിളിച്ചത്. ഞാൻ 14-ാം തീയതിയാണ്, ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം, 14-ാം തീയതിയാണ് ഈ താത്തയെ വിളിച്ചത്. അതുപോലെ അതിനുശേഷം റസീനെ താത്തയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ റസീനെ വിളിച്ചത്. ഞാൻ എന്തിനാണ് വിളിച്ചത് അതിപ്പോൾ ഞാൻ ഇവിടെ പറയും. റസീനെ വിളിച്ചത് കുറച്ച് ദിവസമായിട്ട് ഈ സ്ട്രൈക്കിന്റെ വിഷയങ്ങൾ ചുറ്റിപ്പറ്റി കുറെ പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ വായി തോന്നാൻ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പം സ്ട്രൈക്ക് കിട്ടി, ഒരാളുടെ ചാനൽ ടെർമിനേറ്റ് ആയി, എല്ലാം പോയി. അതിനുശേഷം അവർ തിരിച്ചെല്ലാവർക്കും സ്ട്രൈക്ക് അടിക്കുന്നു. കുറെ ചാനലുകൾക്ക് സ്ട്രൈക്ക് കിട്ടി. ഇതിൽ കുറെ ആൾക്കാർ അവരെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലിപ്പോ ഒരു വീഡിയോ അതിലിന്റെ ഒരു ഭാഗത്ത് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അതിലിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് എന്തൊക്കെ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ച് പുറത്തിടുന്നത് കണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ഒരു വിഷയത്തെ എനിക്ക് പേഴ്സണലി അറിയാം. ബിക്കോസ് അതിൽ എൻ്റെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് എൻ്റെ കുറച്ച് അഭിപ്രായം പറയാം. അതായത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് അതിൽ അവരുടെ ഫോണിൽ ഈ പറയുന്ന വ്യക്തി, ഇവരുടെ പേരെന്തോ റസീന കണ്ട, അവരുടെ ഫോണിൽ വിളിക്കുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടായിരുന്നു വിളിക്കുന്നത്. കാര്യം എന്തിനു വിളിക്കുന്നു, അതിൽ ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് തനൂജയുടെ വിഷയങ്ങളിൽ ഇടപെട്ടതിൽ കുറച്ച് കാര്യങ്ങളിൽ അതുലിന് മനസ്സിലായി അത് തെറ്റായിരുന്നു എന്ന്. കുറെ കാര്യങ്ങൾ അതുലിന് സ്വയമായിട്ട് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ അതുൽ ഈ പറയുന്നവരുടെ ഫോണിൽ വിളിച്ചു. അത് ഈ സ്ട്രൈക്ക് കിട്ടുന്നതിന് മുന്നേ ആയിരുന്നു വിളിച്ചത്. അത് ഈ സ്ട്രൈക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു അവന് 16-ാം തീയതി കണ്ട് അവന് സ്ട്രൈക്ക് കിട്ടുന്നത്. കിട്ടിയ സമയത്തോ അപ്പോഴൊന്നും അവൻ വിളിച്ചിട്ടോ അതിനെപ്പറ്റി സംസാരിച്ചിട്ടൊന്നുമില്ല. കിട്ടിയപ്പോഴും ഞാൻ പറഞ്ഞാലേ നീ വിളിക്കരുത്, ഒരു മനുഷ്യരെയും വിളിക്കുക, സംസാരിക്കാറ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരും സ്ട്രൈക്ക് കിട്ടിയിട്ട് അങ്ങോട്ട് പോയി വിളിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. കാര്യം എൻ്റെ സർക്കിളിലുള്ള വേറെ ആർക്കും ജിനൂസിനും കിട്ടിയിട്ടില്ല, എനിക്കും സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വിജയരാജനൊക്കെ 5 അടുപ്പിച്ച് കിട്ടി, അതിൽ 3 കിട്ടി. ഈ കിട്ടിയത് മൊത്തവും അതേപോലെ തന്നെ കൗണ്ടറെല്ലാം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ കൗണ്ടർ കൊടുത്തെന്നും പറഞ്ഞ് ഇപ്പൊ അവർ കൊണ്ടുവന്ന് കേസ് കൊടുക്കാനൊക്കെ പോകുന്നു. അതൊക്കെ ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. എനിവേ, ഈ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. അപ്പം ഈ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടിട്ട് അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. റസീന കടന്ന് ചലക്കുന്നുണ്ടല്ല. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ചലക്കുന്നത് കിടന്ന്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നു. ഞാൻ സ്ട്രൈക്ക് കിട്ടിയതിനു ശേഷം നിങ്ങളെ വിളിച്ചത്. ഉത്തരം എന്താ എനിക്ക്? ഞാൻ സ്ട്രൈക്ക് കിട്ടിയതിനു ശേഷം നിങ്ങളെ വിളിച്ചത്. ഞാൻ 14-ാം തീയതിയാണ്, ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം, 14-ാം തീയതിയാണ് ഈ താത്തയെ വിളിച്ചത്. അതുപോലെ അതിനുശേഷം റസീനെ താത്തയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ റസീനെ വിളിച്ചത്. ഞാൻ എന്തിനാണ് വിളിച്ചത് അതിപ്പോൾ ഞാൻ ഇവിടെ പറയും. റസീനെ വിളിച്ചത് 14-ാം തീയതിയാണ്. എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് 16-ാം തീയതിയാണ്. സ്ക്രീൻഷോട്ട് എവിടെ കൊടുക്കാം, നിങ്ങൾ കണ്ടോ? 16-ാം തീയതിയാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത്. 14-ാം തീയതിയാണ് ഞാൻ റസീനെ വിളിച്ചത്. അപ്പൊ ഞാൻ എന്റെ മുൻകൂട്ടി ആഹ്വാനിച്ച് ഞാൻ കണ്ട എനിക്ക് സ്ട്രൈക്ക് കിട്ടുന്നു. ഞാൻ ആഹ്വാനിച്ച് കണ്ട തള്ളുന്നൊക്കെ മയത്തിൽ തള്ളോ, കുറച്ച് മനുഷ്യത്തെ എത്തിക്സ് ലോജിക്കൊന്നും സാമാനം കാണിക്കും. ചുമ്മാ അല്ലാണ്ട് വിളിച്ച് വായിത്തോണ്ട് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ നിൽക്കി കിടന്ന് അലക്കാതെ കുറെ ദിവസം കൊണ്ട് ഞാൻ നോക്കി ഇരിക്കുകയാണ്. അലപ്പ് വായിത്തോന്ന് എന്തും വിളിച്ചു പറഞ്ഞാൽ ഞാൻ പേടിച്ചങ്ങ് പറിച്ചു വായി അറിയാൻ പാടില്ലാണ്ടിരിക്കുന്നു. പിന്നെ തനൂജയെ കുറിച്ച് ഞാൻ എടുത്ത നിലപാട് തെറ്റിപ്പോയി, അതിലെനിക്ക് റിഗ്രറ്റ് ഉണ്ട്. അതിന്റെ പേരിൽ താത്തയുടെ അടുത്ത് സോറി പറയണമെന്ന് എനിക്ക് മനസ്സാവാചന തോന്നി. തനൂജയുടെ കേസിൽ അതിന്റെ കാര്യം വ്യക്തമായിട്ട് അതിൽ പറഞ്ഞു. ഓക്കെ, ഞാൻ അപ്പൊ ആ കാര്യത്തിനകത്തോട്ട് വരാം. അതിന് മുമ്പിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു പെണ്ണും പിള്ളയുടെ ചാനൽ പോയെന്നും പറഞ്ഞ് അവര് ചുമ്മാ ഇല്ലേ അനാഥാപ്രയത്തിന്റെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിത്തിരിഞ്ഞ് നടന്ന് എന്റെ ചാനൽ പോയി പിന്നെ കുറെ പേപ്പറും പൊക്കി കാണിച്ച് കേസ് കൊടുക്കും, മറ്റേ കൊടുക്കും. ഒരു വിവരമില്ലാത്തൊരു പെണ്ണും ആ രീതിയിൽ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. കാര്യം ഒരു ബോധമില്ല, അവരെന്തോ വന്നിരുന്ന് പറയുന്നത് സംസാരിക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. അവരെടുക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് നമുക്കൊരു സമയത്ത് തോന്നി ചില കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുമുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ പെണ്ണുമ്പോൾ വന്നിരുന്ന ഇതും കുറെ കിടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. റസീന എന്ന് പറയുന്നവര് അവരുടെ കേസിൽ അതിൽ പറഞ്ഞത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാര്യം അവരുടെ ഫോണിൽ വിളിച്ചതായാലും ഈ പെണ്ണുമ്പിള്ളയുടെ ഫോണിൽ വിളിച്ചതായാലും ഈ പറയുന്ന തനൂജയുടെ ഭാഗത്ത് നിന്ന് അവനുണ്ടായതിന്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ്, മേ ബി അവന് തോന്നിയ ഒരു കാര്യത്തിനകത്തോട്ട് അവൻ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് അവന് തോന്നിയതാണ്. കാര്യം നമ്മൾ ഈ റിയാക്ഷൻ ചാനൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി വേണം. ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജെന്യൂനിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതാണ് അവന്റെ ഭാഗത്ത് നിന്ന് ലിറ്ററലി അവൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അതിനകത്ത് അവൻ വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നും പറഞ്ഞ് അവൻ കാല് പിടിക്കാനും എടുക്കാനൊന്നും അവന് പോകേണ്ട ആവശ്യമില്ല. എന്തിന് കാല് പിടിക്കാനായിട്ട് എന്തോ അവന്റെ ചാനൽ വല്ല ടെർമിനേറ്റ് ആയി പോയാ? ഇല്ലല്ലോ, അവൻ അതിന്റെ ആവശ്യമില്ല. സ്ട്രൈക്ക് കിട്ടിയെന്നും പറഞ്ഞ് പ്രത്യേകം പറഞ്ഞു ഒരു മനുഷ്യരെയും വിളിക്കരുത്, ഒരുത്തരെയും വിളിക്കേണ്ട കാര്യമില്ല. സ്ട്രൈക്ക് കിട്ടിയെന്നും പറഞ്ഞ് കിടന്ന് കരയാനോ മെഴുകാനോ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ചേ സംസാരിക്കുക. കാര്യം ഞങ്ങളുടെ ആ ഒരു ലൂപ്പിൽ നിൽക്കുന്നവര് അവർക്ക് സ്ട്രൈക്ക് അടിച്ചാൽ നമ്മൾ അവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സ്ട്രൈക്ക് അടിച്ചിട്ട് അവരുടെ കാല് പിടിക്കുക എന്ന് പറയുന്നത് അതിൽ പരം ഒരു നാണക്കേട് വേറെ ഇല്ല. അത് ആദ്യമേ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ശ്രമിക്കുക. ഇനി അവരെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കുക, നിങ്ങൾ നിങ്ങളുടെ വിലയാണ് കൊണ്ടുവന്ന് കളഞ്ഞത്. അത്രേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അവരുടെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് RCD-PD അസുഖമുള്ള ടീമുകളാണ്, റെക്കോർഡിംഗ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോഴേ റെക്കോർഡ് ചെയ്ത്
ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണം, അടുത്ത് അപ്പം പുറത്തിടണമെന്ന് പറഞ്ഞിട്ട് ഒരു വിവരവും ഇല്ല, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വന്നിരുന്നു ഇന്നലെ എന്നിട്ട് എൻ്റെ അമ്മയ്ക്കൊക്കെ വിളിക്കുന്ന ഒരു കാര്യം പറയുന്നതായിട്ട്, പൈസ കിട്ടിക്കഴിഞ്ഞാൽ നീ നിന്റെ അമ്മയെ നീ കൂട്ടിക്കൊടുക്കുകയോ മറ്റേയാണോ മറിച്ചയാണോ അതുകൊണ്ടാണോ നീ സ്ട്രൈക്ക് അടിച്ചതെന്ന്. എടി അലവലാതെ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുക, നീ നിന്റെ അമ്മയെ കൊണ്ടുവന്ന് ഏജൻസിക്ക് കൊടുത്തിട്ടാണോ ഇനി കൊണ്ടുവന്ന് ഇപ്പം സ്ട്രൈക്ക് അടിപ്പിക്കുന്നത്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങളിൽ ഒഴിവായത് ഞാൻ മാന്യമായിട്ട് പറഞ്ഞു. എനിക്ക് കിട്ടിയ കൊട്ടേഷൻ ഞാൻ നല്ല വൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നീ കാണിച്ചത് അത്ര നല്ല പ്രവൃത്തിയൊന്നുമല്ല. നീ കൂടുതൽ ഇടത്തിളക്കാൻ അംഗീകരിക്കും. നീ കാണിക്കുന്ന പ്രവൃത്തിയൊന്നും ഒരിക്കലും ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. നീ കുറെ പേപ്പറും തൂക്കി പിടിച്ചോണ്ട് വന്ന് ഇവിടെ കോടതി കൊടുക്കുക, അവിടെ കൊടുക്കുക. എടി നീ പോയി കൊച്ചു പിള്ളേരെ പോയി പറ്റിക്കുക. നീ എന്തോ കോടതി കേസ് കൊടുക്കുന്ന നീ പറയുന്നത്? നിനക്ക് എന്തോ കേസിനെ പറ്റി നിനക്ക് എന്തറിയാം? നീ അത് ആദ്യം ഒന്ന് പറ. നിനക്ക് എന്തറിയാം കേസിനെ പറ്റി? നീ നേരെ പോയി കോടതി കണ്ടിട്ടുണ്ടോ? നീ എന്തൊക്കെ ഇവിടുന്ന് പറയുന്നത്? നീ പറയുന്നത് മൊത്തവും തള്ളാണ്. കോടതി എന്തോ കേസ് എന്തോ എന്ന് പോലും അറിയാതിരുന്ന് കുറെ ആൾക്കാരിട്ട് പേടിക്കുക. കൂടിപ്പോയാൽ നിനക്ക് അവരെ ഒന്ന് കയറ്റി ഇറക്കി കുറച്ച് നാൾ കയറ്റി ഇറക്കാം. അല്ല നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ഡീഫമേഷൻ ഉണ്ടാക്കുന്ന പറഞ്ഞില്ല. നിന്റെ ഭാഗം മാത്രമാണ് ഡീഫമേഷൻ കേൾക്കുന്നത് കോടതി. അവർ നമ്മുടെ ഭാഗത്ത് എക്സ്പ്ലനേഷനും കേൾക്കും. നമ്മൾ പറയാനകത്ത് എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോ എന്ന് നോക്കും. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്ന അത് മാത്രമല്ല കോടതി. അല്ല ഞാനിരുന്ന് ആലോചിക്കുന്നത്, കോടതിയിൽ 1 കോടി രൂപ കൊണ്ടുവന്നിട്ട് ഡീഫമേഷൻ കൊടുക്കും. 1 കോടി രൂപ വയ്ക്കണമെങ്കിൽ അവിടെ 10 ലക്ഷം രൂപ വെട്ടി വയ്ക്കണം. നിന്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്ന് പറഞ്ഞ് നീ അവിടെ കിടന്നിട്ട് തിരിയുന്നുണ്ട്. പൈസ ഇല്ല, എനിക്ക് മറ്റേ പിള്ളേർക്കും കണ്ട് ഫീസ് അടച്ചിട്ടില്ല അതില്ലെന്ന്. എന്നിട്ടാണ് നീ 10 ലക്ഷം രൂപ കെട്ടി വയ്ക്കാൻ പോകുന്നത്. നിനക്ക് ലേശം ഉളുപ്പുണ്ടോ? എൻ്റെ ചാനൽ പോയി എന്നും പറഞ്ഞിട്ട് വണ്ടിക്കകത്ത് നേരം വെളുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും തെണ്ടി തിരിഞ്ഞ് നടക്കുക. നീ അവിടെ എന്തോ പറയുന്നത്, നിലാത്തഴിച്ചുവിട്ട കോഴിയുടെ കണക്ക് അങ്ങോട്ട് ഇറങ്ങി പോവുക, ഇങ്ങോട്ട് ഇറങ്ങി പോവുക, ബാക്കിയുള്ളവരെ പോയി പിടിക്കുക. അവരെ പിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. നിനക്കൊക്കെ എന്ത് എത്തിക്സ് ആണുള്ളത്? നിനക്കൊക്കെ എന്ത് ഉളുപ്പാണുള്ളത്? നിന്റെ ചാനൽ പോയതിനകത്ത് നിന്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കും തോന്നി പോട്ട് വേണ്ടായിരുന്നു എന്ന്. എനിക്ക് ഒരു പക്ഷേ ചില സമയങ്ങളിൽ എനിക്ക് തോന്നിപ്പോയി. എനിക്കിപ്പോൾ ഒരു റിഗ്രറ്റും ഇല്ല. നീ അന്ന് എൻ്റെ അമ്മയ്ക്ക് വിളിക്കാനായിട്ട് നീ മറ്റേ അതണക്കെ നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ നിന്റെ ഫോണിലെങ്ങാണ്ട് വിളിച്ചെന്നോ എന്തോ നിന്റെ സ്ട്രൈക്ക് മാറ്റാൻ എൻ്റെ പട്ടി മാറ്റും, എൻ്റെ പട്ടി മാറ്റും നിന്റെ സ്ട്രൈക്ക്. നീ അടിക്കുന്ന സാധനങ്ങൾ നീ അത്രയ്ക്ക് കഴിവുള്ളവരാണ്, നീ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയോ? നീ അത് കൗണ്ടർ ബ്രേക്ക് ചെയ്ത് പൊട്ടിക്കാറുന്നല്ലോ. ഞാൻ മാന്യമായിട്ട് ചോദിക്കുക, ചാലു ചേട്ടൻ്റെ സാധനം ഞാൻ ഇതിനൊക്കെ സ്ട്രൈക്ക് അടിച്ചെന്ന് വെച്ച് എനിക്കത് പൊട്ടിക്കായിരുന്നു. ഏതെങ്കിലും നല്ലൊരു വിദ്യാഭ്യാസം ഉള്ളവരത്തിൻ്റെ അടുത്ത് നീ ആ സാധനം കൊടുത്ത് കൗണ്ടർ തന്നാൽ മതിയായിരുന്നു. നീ തിരിച്ച് എൻ്റെ അടുത്ത് പ്രൂഫ് ചോദിച്ചായിരുന്നെങ്കിൽ, പൃഥ്വിരാജിൻ്റെ ഫോട്ടോയ്ക്ക് അടിച്ചെന്ന് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് പ്രൂഫ് ചോദിച്ചായിരുന്നെങ്കിൽ എനിക്കിത് സബ്മിറ്റ് ചെയ്യാൻ ഒരു സാധനമില്ല. പിന്നെ ഗൂഗിളിൽ നിന്ന് എടുത്തൊരു സാധനം നീ അതിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഗൂഗിളിൽ എഴുതിയിട്ടുണ്ട് സബ്ജക്ട് കോപ്പിറൈറ്റ് എന്ന്. അതറിയോ? അതും പോട്ട്. ഇനിയിപ്പം ഗൂഗിളിലെ സാധനം എടുത്ത് അതെല്ലാം പോട്ട്. നീ മെയിൽ അയച്ചിട്ട് നീ തന്നെ അക്സെപ്റ്റ് ചെയ്തു ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഫോട്ടോയാ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന്. ഈ കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ടൊരു സാധനം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഈ വ്യക്തിക്ക് അടിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അടിച്ചതിനുള്ള ഡീറ്റെയിൽസ് എന്താ, ഈ വ്യക്തി എവിടെയാണ് ചെയ്തതെന്ന് ഒരു സാധനം നീ ചോദിക്കാൻ എന്താ? ആ സാധനം ബ്രേക്ക് ചെയ്യാറെന്നല്ലേ? നിനക്ക് ബുദ്ധി ഇല്ലാതായി പോയി. എനിക്ക് കൊടുത്തവന്മാർക്ക് ഒന്നും വിവരമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ നീ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ സാധനം പോയിട്ടുണ്ടെന്നും പറഞ്ഞ് നീ ബാക്കിയുള്ളവരെയും കൂടെ അതിനകത്ത് കുരിക്കനകത്ത് വലിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് മെഴുകിയിട്ട് നീ എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നും നിന്റെ കൈ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ ഈ പാവം ആൾക്കാരെ വെച്ചിട്ട് നീ കിടന്ന് കളിക്കുന്നേ എടുക്കുന്നേ, അതിൽ അങ്ങനെ പറഞ്ഞ് അതിൽ ഇങ്ങനെ പറഞ്ഞ് അവന് നിന്നെ വിളിച്ച് നിന്റെ കാലൊന്നും പിടിക്കേണ്ടതെന്ന് ഒരാവശ്യമില്ല. അപ്പൊ എന്തായാലും അതിൽ പറയുന്ന വാക്യം കൂടെ ഒന്ന് കേട്ടു നോക്കാം. അതിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. തനൂജയുടെ കേസ് ഞാൻ പറഞ്ഞുതരാം. തനൂജ ഒരു ഡിപ്രഷൻ വീഡിയോ തനൂജ ഇട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിനെ വളരെ മോശമായി തനൂജ ചിത്രീകരിച്ച ഒരു വീഡിയോ ഇട്ടത് എനിക്ക് ഒട്ടും പേഴ്സണലി ഡൈജസ്റ്റ് ആയില്ല. എന്ത് ചെയ്തു ഞാൻ ഒരു വീഡിയോ പ്രതികരിച്ചിട്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. അങ്ങനെ അതിപ്പം വീണയെ കളിയാക്കിയത് കൊണ്ട് വീണയെ കളിയാക്കണമെങ്കിൽ വീണയെ കളിയാക്കുക. അല്ലാണ്ട് ആ സ്റ്റേജിനെ, ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് അതൊരു മാനസിക അവസ്ഥയാണ്. ആ സ്റ്റേജിനെ ഇത്രയും ഇങ്ങനെ കളിയാക്കി പെർഫോം ചെയ്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി ഡൈജസ്റ്റ് ആയില്ല. ഞാൻ മനസ്സിൽ തട്ടി എനിക്കത് ഡൈജസ്റ്റ് ആയില്ല. ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടു. ഓക്കെ, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം തനൂജ എന്നെ വിളിച്ചിരുന്നു. ഞാൻ എടുത്തില്ല. ഞാൻ വേറെ എന്തോ തിരക്കിലായിരുന്നു. ഫോൺ എന്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ എടുത്തില്ല. അതിനുശേഷം ഞാൻ തനൂജ വിളിച്ചിട്ട് എന്തോ കിട്ടിയൊന്നുമില്ല, മെസ്സേജ് അയച്ചിട്ടൊന്നും റിപ്ലൈ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ അതിനുശേഷം താരയുമായിട്ട് തനൂജ കോണ്ടാക്ട് ആയി. അപ്പൊ താര അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ ഞാൻ നെഗറ്റീവ് കമന്റ് ഉണ്ട് അവരുടെ ചാനലിൽ ഇട്ടത്. ഞാൻ അവരുടെ പേര് പറയില്ലെന്ന് ഭയങ്കര വിഷമമായിരുന്നു. പേര് പറഞ്ഞിട്ടുണ്ട്, കേട്ടല്ലോ. നെഗറ്റീവ് കമന്റ് ഉണ്ട് അവരുടെ ചാനലിൽ ഇട്ടെന്ന് പറഞ്ഞിട്ട് അവര് ഒരു ഇറക്കി. അതായത് തനൂജയും താരയും തമ്മിൽ സംസാരിച്ചതാണ് കേട്ടോ. അപ്പോൾ താരയും തനൂജയും തമ്മിൽ സംസാരിച്ച സമയത്ത് താര എന്നോട് പറഞ്ഞ ഒരു കേസ്, തനൂജ് ഞാൻ ആ ഡിപ്രഷൻ വീഡിയോ നെഗറ്റീവ് വീഡിയോ ചെയ്തെന്നും തനൂജയ്ക്കെതിരെ ഞാൻ ചെയ്തെന്നും അത് ഞാൻ പൈസ മേടിച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് തനൂജ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, വ്യക്തമായിട്ട് കേട്ടല്ലോ. തനൂജയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞു എന്ന് ഈ പറയുന്ന താര സംസാരിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഫേക്ക് ഐ ഡിയുടെ കേസും എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് അവരിടുന്ന വീഡിയോസിന്റെ താഴെ പോയിട്ട് ഏതോ ഫേക്ക് ഐ ഡി നിരന്തരമായിട്ട് മറ്റേ
മോശമായിട്ട് കമന്റ് ഇടുന്നത്. അപ്പം അതുലിന്റെ അതിനകത്ത് വന്നിട്ട് അവർ നല്ല സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നത്. അപ്പം അത് അതുലാണ് എന്ന് അവരെങ്ങാണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. താര തെറ്റിദ്ധരിച്ചായിരിക്കാം മേ ബി. അപ്പം ഇതിന്റെ പേരിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചർച്ച വന്നപ്പം തനൂജയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞത്. അന്ന് അത് വിളിച്ചിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നു അവരങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു, അവരുടെ റെക്കോർഡ് ഉണ്ടെന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്തൊക്കെ ആയിക്കോട്ടെ വോട്ടെവർ. പക്ഷെ അവൻ അത് പേഴ്സണലി കേട്ടപ്പം അവന് ഭയങ്കരമായിട്ട് അത് ഹേർട്ട് ചെയ്ത്. അപ്പൊ അവന് തന്നെ തോന്നി അവനെടുത്ത പല കാര്യങ്ങളിൽ അവന് തെറ്റുപറ്റി എന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഈ പറയുന്നത് പോലെ ഇവരുടെ സ്ട്രൈക്കിനോ കാര്യങ്ങൾക്കോ അങ്ങനൊന്നും അവർ വിളിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല. അവൻ അങ്ങനെ വിളിക്കുന്ന അങ്ങനെയുള്ള ഒരു ഇതല്ല. കാര്യം അതുലിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതിൽ ബേസിക്കലി ഒരു ഭാവമാണ്. കാര്യം അവന് നല്ല രീതിയിൽ ഒരു കാര്യം അവൻ എന്തുണ്ടെങ്കിലും അവൻ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതാണ് അവൻ ഏറ്റവും ബെറ്റർ. അവൻ എന്തുണ്ടെങ്കിലും അല്ല അവൻ എൻ്റെ അടുത്ത് ചോദിക്കും. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അളിയ അങ്ങനെ ചെയ്യട്ടോ, ഇങ്ങനെ ചെയ്യാൻ തെറ്റാണോ അങ്ങനെയാണോ. ബിക്കോസ് അവന് ചില കാര്യങ്ങൾ അവൻ ചെയ്യണതിനകത്ത് അവന് കുറെ മിസ്റ്റേക്സ് പറ്റാതുണ്ട്. അങ്ങനെ പറ്റിപ്പോയ മിസ്റ്റേക്സ് ആണ് ഈ ലൂപ്പിൽ അവൻ വന്ന് പെട്ടത്. ഉള്ള കാര്യം പറയല്ല, അവൻ ഇതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് നോർമലി വീഡിയോ ചെയ്യുക, റിയാക്ട് ചെയ്തിട്ട് പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നായിരുന്നുവെങ്കിൽ അവന് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവൻ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് ഇനി തനൂജ തന്നെ തെളിയിക്കണം, എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് താര പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താര അടുത്ത് ഞാനത് സംസാരിച്ചപ്പോൾ അത് വ്യക്തമായി താര പറയുകയും എനിക്കത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനത്തിന്, അതായത് അവർ കളിയാക്കി വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ താത്തയുടെ സൈഡിൽ നിന്ന് പൈസ മേടിച്ചിട്ട് വീഡിയോ ചെയ്ത എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഈ പറയുന്ന തനൂജയെ സപ്പോർട്ട് ചെയ്തത് എന്ത് അർത്ഥമാണുള്ളതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ തനൂജയെ സപ്പോർട്ട് ചെയ്തത് തനൂജയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണോ എന്ന് എനിക്ക് സ്വയം തോന്നി. ചെയ്യല്ലേ റസീനെ, ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലേ റസീനെ എന്ന് പറഞ്ഞ് അങ്ങ് മെഴുകുന്നുണ്ടായിരുന്നല്ലോ. എന്നെ ഇങ്ങോട്ട് എത്ര പ്രാവശ്യം വിളിച്ചാൽ മിസ് കോൾ അടിച്ച് ഏത് മെനഞ്ഞാന്നാട്ടെ ഞാൻ എടുത്താ ഇല്ല, ഞാൻ എടുക്കാത്തതല്ല, മനഃപൂർവ്വം എടുക്കാത്ത, ഞാൻ കോൾ കാണുന്നുണ്ട് മനഃപൂർവ്വം എടുക്കാത്ത. എന്നിട്ട് അവസാനം കുറേ പ്രാവശ്യം അടിച്ചതിന് ശേഷം ഞാൻ ഒരു മിസ് കോൾ തിരിച്ചടിച്ചു, പിന്നെ തിരിച്ചു വിളിച്ചില്ല. എന്തിനായി അതിനെ കുറേ മെസ്സേജ് വാട്സപ്പിൽ അയച്ചിരുന്നു, അതെല്ലാം നിങ്ങൾ എന്നെ ഡിലീറ്റ് ഫോർ അവരെ കൊടുത്തു പോയി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നല്ലേ പറഞ്ഞത്, ഇങ്ങോട്ടല്ലേ നിങ്ങൾ എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ തെറ്റ് നമ്മളാടെ. എടാ നാണമില്ല തനിക്കൊന്നും, നാണമില്ല. കേട്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം അവൻ ഡിപ്രഷന്റെ ആ ഒരു വീഡിയോ, കാര്യം ഡിപ്രഷന്റെ വീഡിയോയ്ക്കകത്തോട്ട് കാര്യം ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. ആ ഡിപ്രഷനിൽ നമ്മൾ ആ സ്റ്റേജിനെ കളിയാക്കുന്നത് പോലെ അന്നേ പറഞ്ഞോളൂ. അല്ലാതെ ഈ പറയുന്ന തനൂജ് എന്ന് പറയുന്ന വ്യക്തിയെ അവൻ കുറ്റം പറഞ്ഞതായിട്ട് അവന്റെ വീഡിയോയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തോന്നടേ, ഇതിപ്പം അവൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻ അവന് പറയണ്ടേ. അതെങ്കിലും നിങ്ങൾക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത്. നമ്മൾ ഒരാള് എന്ത് ചെയ്താലും, ഞാൻ എന്തോ പറയണ്ടത്, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഓക്കെ, ആ ഒരു സെലിബ്രിറ്റി. അപ്പൊ ആ ആള് ചെയ്യുന്ന എല്ലാ തെറ്റുകളും ആൾക്കാർ കൈയടിക്കുവാണ്. ആ ആള് ചെയ്ത തെറ്റുകൾ ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലായിരുന്നു. അതേ കണക്ക് തന്നെ ഇവന്റെ കേസിൽ വരാം. അതുലിന്റെ കേസ് തന്നെ ഇത് തന്നെയായിരുന്നു. അതിലെന്താണ് പറഞ്ഞത്, അതുലിനെ തെറ്റ് കണ്ടപ്പോഴത്തേക്ക് അവന്റെ ഒരു അഭിപ്രായമാണ് അവൻ പറഞ്ഞത്. അതുപോലും നിങ്ങൾ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര സങ്കടമായിട്ടേ തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും അവന്റെ കാര്യം അവൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഈ വെണ്ണമ്പുള്ള അതേണക്ക് ഇവനെ 2 ദിവസം മുമ്പ് ഇവന്റെ ഫോണിൽ കിടന്ന് വിളിച്ച് എൻ്റെ ഉള്ള സ്ക്രീൻഷോട്ട് വെച്ചാൽ മറ്റേ റസീന എന്ന് പറയുന്ന പെണ്ണ് ഇവന്റെ ഫോണിൽ കിടന്ന് വിളിച്ചതും എടുത്തതെല്ലാം അവൻ തന്നെ അതിനകത്ത് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അവൻ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന ഇവരെ കളിയാക്കിക്കൊണ്ട് താരം എന്തോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇവരെന്തോ ഷീറ്റ് ഇട്ട വീട്ടിലാണോ മറ്റേയാണെന്ന്. ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ്, അത് വളരെ റോങ് സ്റ്റേറ്റ്മെന്റാണ്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ കളിയാക്കരുത്. ഒരാളുടെ അവസ്ഥയെ നമ്മൾ അങ്ങനെ കളിയാക്കരുത്. ബിക്കോസ് നമുക്ക് നാളെ എന്തൊരവസ്ഥ വരുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇത് തന്നെ ആയിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും പറഞ്ഞത്. അത് വളരെ റോങ് സ്റ്റേറ്റ്മെന്റാണ്. അതിനെതിരെ റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുമുണ്ട്. അത് അതാണ് പറഞ്ഞത്, നമ്മൾ ഈ തെറ്റ് കണ്ട തെറ്റെന്ന് തന്നെ പറയും. അതിനിപ്പോൾ എന്തെന്ന് തന്നെ ആയിക്കഴിഞ്ഞാലും. പിന്നെ സ്ട്രൈക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇവർ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് അടിക്കും, ഇപ്പം തെറിപ്പിക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഒന്നും തെറിക്കത്തൊന്നുമില്ല, അത് അവിടെ ഒക്കെ തന്നെ കാണും. നമുക്ക് നോക്കാം തെറിക്കോ ഇല്ലയോ എന്ന്. അപ്പം ഞാൻ എന്തായാലും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യും. എന്തായാലും അത് കുറച്ച് ദിവസത്തോടെ ഒന്ന് കഴിയട്ടെ, അതിനുശേഷം ഞാൻ വ്യക്തമായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പെണ്ണുമ്പിള്ളയുടെ കേസ് ഞാൻ പറയാം. ഇവർ കുറേ വട്ടം വന്നിരുന്ന് അങ്ങനെ അവിടെ ചീത്ത വിളിക്കുന്നു, ഇവരുടെ വീട്ടുകാർ ചീത്ത വിളിക്കുന്നു. ഇവരുടെ മാനസിക നില ഓൾറെഡി തെറ്റിയിരിക്കുക. അങ്ങനെ തന്നെ കാണത്തേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇതുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തിരിഞ്ഞ് നടക്കുന്നു, കുറെ പേപ്പറുകൾ പൊക്കി കാണിക്കുന്നു. ഇനിയിപ്പം വരും അവിടെ പോയത് ഇവിടെ പോയത് എഴുതിയതാ മറ്റേ മറിച്ചത്, ഒരു വിവരമില്ല. നിങ്ങളൊക്കെ ആ രീതി പോയി നിങ്ങളൊക്കെ അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.